ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് അക്ഷയ തൃതീയ. ഈ ദിനത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. കാരണം അത്രയധികം പ്രാധാന്യമാണ് ഇന്ന് അക്ഷയ തൃതീയയ്ക്ക് ഉള്ളത്. ഇന്നത്തെ ഈ ശുഭ മുഹൂർത്തത്തെ കണക്കാക്കി പല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സന്തോഷവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഏത് മംഗളകർമ്മത്തിനും ഉത്തമ ദിനമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യത്തോടെ നമുക്ക് ഈ ദിനം ആഘോഷിക്കാവുന്നതാണ്. വിവാഹത്തിനും അതുപോലെ തന്നെ പുതിയ വീട്ടിലോട്ട് താമസം മാറുന്നതിനും എല്ലാം ഈ ദിവസം വളരെയധികം അനുകൂലമായതാണ്. ഈ ദിനത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തും. മാത്രമല്ല, ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഈ ദിനത്തിൽ വന്നു ചേരുകയില്ല. കാരണം ലക്ഷ്മി ദേവി, മഹാവിഷ്ണു, കുബേരദേവൻ എന്നിവരെ ആരാധിക്കുന്ന ദിനം കൂടിയായതിനാൽ ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമ്മൾക്കുണ്ടാവേണ്ട കാര്യമില്ല. ഇന്ന് മെയ് 10. ഈ ദിനം ആഘോഷിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളുടെ ദിവസമായാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം രവി യോഗവും രൂപപ്പെടുന്നുണ്ട്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ വളരെയധികം ഐശ്വര്യം കളിയാടുന്ന ദിവസം കൂടിയാണ് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന ഏതൊരു കാര്യവും വളരെയധികം ശുഭഫലങ്ങളും വിജയവും കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല, നല്ല സമയം നോക്കാതെ ഏത് കാര്യവും ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അക്ഷയ തൃതീയ. അതിനാൽ തന്നെ വിവാഹത്തിനും ഗൃഹപ്രവേശനത്തിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അങ്ങനെ മംഗള കാര്യങ്ങൾക്കെല്ലാം ആളുകൾ അക്ഷയ തൃതീയ തിരഞ്ഞെടുക്കുന്നു. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയാണ് എല്ലാ വർഷവും അക്ഷയ തൃതീയയായി നാം കൊണ്ടാടുന്നത്. ഇന്ന് രാവിലെ 4:20 മുതൽ നാളെ പുലർച്ചെ 2:52 വരെയുള്ള സമയമാണ് അക്ഷയ തൃതീയയായി വരുന്നത്. അക്ഷയ തൃതീയ നാളിൽ അഭിജിത്ത് മുഹൂർത്തം രാവിലെ 11:50 മുതൽ ഉച്ചയ്ക്ക് 12:44 വരെയാണ്. മറ്റ് അക്ഷയ തൃതീയ ദിവസങ്ങളിൽ ഇന്ന് വ്യത്യസ്തമായി ഇത്തവണ അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ശുഭയോഗങ്ങളും വന്നു ചേരുന്നുണ്ട്. സുകർമ്മ യോഗമാണ് അതിൽ പ്രധാനം. മെയ് 11 ഉച്ചയ്ക്ക് 12:08 മുതൽ പിറ്റേ ദിവസം രാവിലെ 10:03 വരെയാണ് ഈ ശുഭയോഗത്തിന്റെ ഫലങ്ങൾ വന്നു ചേരുന്നത്. ഇത് കൂടാതെ രവിയോഗവും അക്ഷയ തൃതീയയോടനുബന്ധിച്ച് രൂപപ്പെടുന്നുണ്ട്. അക്ഷയ തൃതീയയുടെ ഈ രണ്ട് ശുഭയോഗങ്ങളും നിമിത്തം ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഏതു കാര്യവും വളരെയധികം മംഗളകരമായി തീരുന്നതാണ്. പൊതുവെ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിവസമായാണ് അക്ഷയ തൃതീയ കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ പുതിയ ജോലികൾ തുടങ്ങി വയ്ക്കുവാനും ബിസിനസ് ആരംഭിക്കുവാനും ഗൃഹപ്രവേശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾക്കുമെല്ലാം വളരെയധികം അനുകൂലമായ സമയമാണ് ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ സുകർമ്മ യോഗം. ജ്യോതിഷത്തിലെ 27 യോഗങ്ങളിൽ 7ാമത്തെ യോഗമാണ് സുകർമ്മ യോഗം. ഇത്തവണ അക്ഷയ തൃതീയയോടനുബന്ധിച്ച് സുകർമ്മ യോഗവും രൂപപ്പെടുന്നുണ്ട്. മതപരമായ ആചാരങ്ങളും ആത്മീയ ആചാരങ്ങളും നടത്തുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഇത്. സുകർമ്മ യോഗമുള്ള ആളുകൾ മതപരമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. പ്രാർത്ഥനയെ ധർമ്മമായി കരുതുന്നവരാണ് അവർ. വളരെ ലളിത സ്വഭാവമുള്ള ഇവർ എല്ലാ ദൗത്യങ്ങളും വിജയകരമായി നിർവഹിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരോട് ദയയും കരുണയും കാണിക്കുന്ന പ്രാകൃതമായിരിക്കും ഇവരുടേത്. അടുത്തത് രവിയോഗമാണ്. ഈ അക്ഷയ തൃതീയയ്ക്ക് രൂപപ്പെടുന്ന മറ്റൊരു യോഗമാണ് രവിയോഗം. സൂര്യന്റെയും ചന്ദ്രന്റെയും കൂടിച്ചേരലിലൂടെ രൂപപ്പെടുന്ന ശുഭയോഗമാണിത്. രവിയോഗം ജാതകത്തിലെ എല്ലാ ദോഷങ്ങളും മായ്ച്ചു കളയുമെന്നാണ് വിശ്വാസം. രവിയോഗ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളും ശുഭഫലങ്ങൾ നൽകുകയും ഈ യോഗത്തിലൂടെ ഒരു വ്യക്തിക്ക് അധികാരവും പദവിയും കൈവരുകയും ചെയ്യും. പുതിയ കാറ്, വീട് എന്നിവ വാങ്ങുന്നതിനും രവിയോഗം വളരെ നല്ല സമയമാണ്. അക്ഷയ തൃതീയയും മറ്റ് ശുഭയോഗങ്ങളും മൂലം ഇന്ന് ഭാഗ്യം തുണയ്ക്കുന്ന രാശിക്കാരാണ് ഇവർ. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിയിൽ ജനിച്ച ആളുകൾക്ക് അക്ഷയ തൃതീയ ദിവസമായ ഇന്ന് വളരെയധികം ഗുണകരമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി നേടുവാനും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വളരെയധികം വിജയം നേടുവാനും സാധിക്കുന്നതാണ്. ശമ്പള വർധനവിനും പ്രമോഷനും സാധ്യതയുണ്ട്.
അധികാരികൾക്ക് നിങ്ങളുടെ മേലുള്ള മതിപ്പ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ചിലവുകൾ അധികരിക്കുന്നതിനാൽ ഒരുപക്ഷെ ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അക്ഷയ തൃതീയമായ ഇന്ന് നേട്ടങ്ങളുടെ ദിവസമാണ്. ഈ സമയം ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുകയും ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു വരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി ദർശിക്കുവാൻ കഴിയുന്നതാണ്. സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം വളരെയധികം ഊഷ്മളമാകും. പൊതുവെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളായിരിക്കും ഇനി വന്നു ചേരുന്നത്. ആരോഗ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങരാശിയിൽ ജനിച്ച ആളുകൾക്ക് അക്ഷയ തൃതീയയോട് അനുബന്ധിച്ച് ജീവിതത്തിൽ വളരെ സൗഭാഗ്യമായ കാലം വന്നു ചേരുന്നതാണ്. ജോലിയോടുള്ള ആത്മാർത്ഥത മൂലം ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വിജയം നിങ്ങൾക്ക് വന്നു ചേരും. ഈ കാലയളവിൽ വരുമാനത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഇത് ഭാവിയിലേക്കുള്ള നീക്കിയിരിപ്പിന് വഴിയൊരുക്കുന്നതാണ്. വ്യക്തിബന്ധങ്ങൾ കൂടുതൽ മനോഹരമായി തീരും. ജീവിതത്തിൽ പൊതുവെ പ്രശ്നങ്ങളോ വെല്ലുവിളികളോ ഇല്ലാത്ത ഒരു സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ ജനിച്ചവർക്കെല്ലാം അക്ഷയ തൃതീയയിലൂടെ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഇവർ ഈ സമയത്ത് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം തൽപരരായിരിക്കും. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ്. ജോലി സ്ഥലത്ത് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. പങ്കാളിയുമായുള്ള ബന്ധം വളരെയധികം ദൃഢമാകും. ആരോഗ്യ കാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.